വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസം നല്ല ബിസി ആയിരുന്നു ഇക്ക വന്നതിൻ്റെയും പിന്നെ ഞങ്ങൾ കുറച്ച് യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും കണ്ടിന്യൂസ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 2:30-3 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. അവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പം എൻ്റെ ഉമ്മ, ഇക്കയുടെ ഉമ്മ, വാപ്പ, മക്കൾ, ഞാൻ, ഇക്ക, ഞങ്ങൾ ഇത്ര പേരും കൂടിയാണ് പോയത്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടല്ല പോകുന്നത്. കാരണം മക്കളുള്ളത് കൊണ്ട് ഓരോ സ്ഥലത്തും എത്തിയിട്ട് പറ്റുന്ന പോലെ പ്ലാനിങ് ഒക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. ആദ്യം ഫ്ലൈറ്റിന് പോകാം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളനുസരിച്ച് പ്ലാൻ ചെയ്യാൻ മക്കളും കൂടി ഉള്ളത് കൊണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ കാറിലേക്ക് ആക്കിയത്. അപ്പം 3 പേരും നല്ല ഉറക്കമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഇതേപോലെ ചായയൊക്കെ ഒന്ന് കുടിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഒരു 7 മണി 8 മണി ആയപ്പം നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു. കുറച്ച് തിരക്കുണ്ടായിരുന്നു സേലമൊക്കെ എത്താറായപ്പോഴത്തേക്കും. അപ്പോൾ അവിടെ നിർത്തി. മക്കളൊക്കെ ഫ്രഷ് ആക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നന്നായിട്ട് ഫ്രഷ് ആക്കി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും മക്കൾ പിന്നെ ഓണായി. അത്രയും നേരം ഉറക്കമായിരുന്നു. ഡയറക്റ്റ് ഉറക്കത്തിൽ നിന്നാണ് 3 പേരെയും കാറിൽ എടുത്തിട്ടിരുന്നത്. അപ്പം പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ സെറ്റായി. അങ്ങനെ അവിടുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മക്കളെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒന്ന് നിർത്തേണ്ടി വരും. അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വരില്ല. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാം. കുട്ടികളുമായിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇറങ്ങി വീണ്ടും യാത്രയൊക്കെ തുടങ്ങി. അപ്പം നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു യാത്രയിലെ. പാലക്കാട് വരെ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നൊരു റോഡാണെന്ന് മാത്രം. പാലക്കാട് കഴിഞ്ഞ് പിന്നെ കോയമ്പത്തൂർ, ഈറോഡ്, സേലമൊക്കെ നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കൊരു ബുദ്ധിമുട്ടേ ഫീൽ ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എത്തിയതുപോലെ ഒരു ഫീൽ നമുക്ക് തോന്നി. അത്രയും സൂപ്പർ റോഡാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇടയ്ക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് മിസ്സായിപ്പോയി. കാരണം തലേദിവസം ലേറ്റായിട്ടാണ് കിടന്നത്. പിന്നെ പിറ്റേ ദിവസം ഇത്ര നേരത്തെ എഴുന്നേറ്റത് കൊണ്ടും കുറച്ച് ടയേർഡായിരുന്നു. അപ്പം ഇടയ്ക്ക് മക്കൾ ഉറങ്ങിയ സമയത്ത് ഞാനും കൂടെ ഒന്ന് ഉറങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഉണർന്നപ്പോൾ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ടോളുണ്ട്. ഒത്തിരി ടോളുകൾ പാസ് ചെയ്തിട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോൾ എമൗണ്ടും കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് സേലം എത്തിയപ്പം കുറേ സ്ഥലങ്ങൾ ഇതേപോലെ മാങ്ങകൾ വെറൈറ്റി ആയിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് മേടിക്കാം എന്നുള്ള പ്ലാനിൽ നിർത്തി. കാരണം സേലത്ത് ഫുള്ള് മാങ്ങയുടെ തോട്ടങ്ങളായിരുന്നു. അത് കണ്ടപ്പോൾ മാങ്ങ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ടാണ് കാർ നിർത്തി മേടിച്ചത്. പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മാങ്ങത്തോട്ടമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന മാങ്ങയ്ക്കും ആ ഗുണം കാണുമെന്ന്. പക്ഷേ വലിയ സുഖം തോന്നിയില്ല മാങ്ങയ്ക്ക്, എന്താണെന്നറിയില്ല. അപ്പം എന്തായാലും മാങ്ങ മേടിച്ചു. അങ്ങനെ വീണ്ടും നമ്മൾ യാത്രയൊക്കെ തിരിച്ചു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് മുന്നേ ബാംഗ്ലൂർ എത്തുകയാണെങ്കിൽ റൂം എടുക്കുക. പിന്നെ പറ്റുന്ന പോലെ അന്നത്തെ ദിവസം കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ ബാംഗ്ലൂരും വീണ്ടും അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. അപ്പോൾ നെക്സ്റ്റ് ഡേ എല്ലായിടവും നന്നായിട്ടൊക്കെ പോയി കാണാം എന്നുള്ള പ്ലാനിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. നല്ല അടിപൊളി റോഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മക്കൾ ഉറക്കമൊക്കെ ആയി. അവർ നല്ല ടയേർഡായിരുന്നു. കാരണം രാവിലെ വണ്ടിയിൽ കയറിയതല്ലേ. അപ്പോൾ അവർ പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങ് സെറ്റായി കാറിൽ കിടന്ന്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ തന്നെ റൂമിലെത്തി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു റൂമിൽ. അപ്പം അത് കഴിഞ്ഞ് ലഗേജൊക്കെ റൂമിലേക്കാക്കി. ഉമ്മതി പാത്രമൊക്കെ പിടിച്ചിരിക്കുന്ന അമ്മുവിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയതിന് ശേഷം എല്ലാവരും ഫ്രഷായി. അതിനുശേഷം നേരെ പോയത് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിരുന്നു. നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാം ഫ്രഷായി റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. അതും റെസ്റ്റോറൻറ്റ് ഭയങ്കര നല്ല അടിപൊളി ഹൈപ്പും ആംബിയൻസും ഒക്കെ ആയിരുന്നു. പക്ഷേ ഫുഡ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര പോരാ. നമുക്ക് ആർക്കും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല.
സ്പെഷ്യലായിട്ട് കറികളൊക്കെ തന്നെ, റൈസൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, കറികളൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും വലിയ സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടൈം ഒരുപാടായി, പിന്നെ തപ്പി നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. മാത്രമല്ല സിറ്റിയിലായതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഭയങ്കര വിഷയമാണ്. ഇവിടെ കുഴപ്പമില്ലാതെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ യാത്രയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ബാംഗ്ലൂർ സിറ്റിയിലെത്തിക്കഴിഞ്ഞപ്പം തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ഭയങ്കര തിരക്കാണ്, എവിടെയും പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ കാറ് കൊണ്ട് പോകണ്ട, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് യൂബറിൽ പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് അടുത്ത ക്യൂബൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കിലാണ് പോയത്. അവിടെ രസമുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ വൈകുന്നേരം അവിടെയാണ് സ്പെൻഡ് ചെയ്ത്, മക്കളൊക്കെ ആയിട്ട് പോയി. അവർ കുറച്ച് നേരം കളിച്ചു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ ചൂടുണ്ടായിരുന്നില്ല, നിറയെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളി ഒരു വൈബായിരുന്നു. പിന്നെ എല്ലായിടത്തും പൊതുവെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പോയ എല്ലാ സ്ഥലങ്ങളിലും നല്ല തിരക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിൽ കുറച്ച് നേരം മക്കളൊക്കെ ആയിട്ട് കളിച്ചു. നമ്മളവിടെ ഇരുന്നു. സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്നവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, റോഡിലൊരു രക്ഷയില്ലാത്ത തിരക്ക്. യൂബറൊക്കെ റിട്ടേൺ ബുക്ക് ചെയ്തിട്ട് 20-25 മിനിറ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അത് ക്യാൻസലായി പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്താലും നമുക്ക് വലിയ ബോറടി തോന്നത്തില്ല, കാരണം അത്രയും തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. പിന്നെ മക്കൾ പ്രശ്നമാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ട് കിട്ടാതെ നമ്മൾ അവസാനം 2 ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തത് ബാംഗ്ലൂർ ലുലുവിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അവിടെ എത്തി. അവിടെ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. നല്ലതായിട്ട് പാർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലുലു എല്ലാം ഒന്ന് കറങ്ങി അടിച്ചു മക്കളുമായിട്ട്. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് അന്നത്തെ ദിവസം പോയത്. അപ്പോൾ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ നിങ്ങൾ പോയ ദിവസത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.